ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചോയ്സ് കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡെൽറ്റ പ്രിൻറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കൊച്ചു വീഡിയോയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇതൊരു ആപ്രിക്കോട്ട് കളറാണ്. ഒരു പെയിൻറ്റൊക്കെ നമ്മൾ വാരി ഒഴിച്ച് വരുന്ന അതുപോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഫ്ലോറൽ ഡിസൈനല്ലേ കൊണ്ടുവരുന്നത് കൂടുതലും. അപ്പോൾ വെറൈറ്റി ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വെറൈറ്റി ഡിസൈൻസൊക്കെ വന്നാൽ പെട്ടെന്ന് തീരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് എടുത്തതാണിത്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിൽ മെറൂണും ബ്ലൂവും വൈറ്റും കോമ്പിനേഷനാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളറാണ്. ഇതൊരു മെലണെല്ലോയാണ് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ ഉൾവശമാണേ. ഉൾവശം ഇങ്ങനെ വരുന്നത്. ഇത് ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റായിപ്പോയി കേട്ടോ. നമ്മൾ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ കളറുണ്ട് കേട്ടോ. അപ്പം മെലണെല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ കയറി വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പിസ്ത ഗ്രീനും ഒരു നേവി ബ്ലൂവും വൈറ്റും കലർന്ന ഒരു ഡിസൈനാണ് കേട്ടോ. കളർ കോമ്പിനേഷൻ വരുന്നത് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ അറിയാമല്ലോ, ഇത് ആദ്യമായിട്ട് വാങ്ങുന്നവർക്കായിരിക്കും ഒരു സംശയം. അപ്പോൾ ഇത് 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഒരു റിങ്കിൾ മാർക്ക് ഉണ്ട്. റിങ്കിൾ ഡെൽറ്റ ആകുമ്പോൾ നമ്മൾ ഈ റിങ്കിൾ റയോണൊക്കെ പോലെ ഒരു റിങ്കിൾ മാർക്കുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഫാബ്രിക്കാണ്. പെട്ടെന്ന് ഉണങ്ങാനും പിന്നെ ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്കത് കാഴ്ചയിൽ ഒരു വയലറ്റിൻ്റെ ഒരു ഫീല് വരും. നേവി ബ്ലൂവിൽ പിങ്കും ബ്ലൂവും അതുപോലെ ലൈറ്റ് പിങ്കും ഗ്രീനും ഒക്കെ കളർ വരുന്ന കോമ്പിനേഷനാണ് ഡിസൈൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതൊരു ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ചെറിയ ചെറിയ പൂക്കളാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ ബ്ലൂ എടുത്തപ്പോഴത്തേക്കും വേറൊരു ബ്ലൂവിൻ്റെ ആ ഒരു ഭംഗി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പുതിയത് വന്നതല്ല. ഇത് തീരാറായിട്ടോ. അധികമൊന്നുമില്ല. ഒരു 8-9 മീറ്ററൊക്കെ കാണുള്ളൂ. അപ്പം ഞാൻ നേവി ബ്ലൂവിൻ്റെ ഒപ്പം ഒന്ന് കാണിച്ചതാണ്. ഇങ്ങനെ വരുന്നു. ഇത് ഒരു പിങ്കും പീച്ചും ബേബി പിങ്കും അതുപോലെ തന്നെ പിസ്ത ഗ്രീനും എല്ലാം കലർന്ന് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഒരു ബ്ലാക്കിൽ ഗ്രേ, ആഷ്, പിങ്ക് അതുപോലെ വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് ഡിസൈൻ. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ നിറയെ പൂക്കൾ, റോസാപ്പൂവും മുല്ലപ്പൂവും ഒക്കെ ഉണ്ട് കേട്ടോ. മൊത്തം നിറയെ പൂക്കളാണ് കേട്ടോ. ഇങ്ങനെ വാരി വെതറിയേക്കണ പോലെ. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ശരിക്കും ഒറിജിനലി അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതും റിങ്കിൾ ഡെൽറ്റ ആണ്. എല്ലാം റിങ്കിൾ ഡെൽറ്റ ആണ് കേട്ടോ ഇന്നിപ്പോൾ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓനിയൻ പിങ്ക് ആണ്. ഇതിൻ്റെ കഥ വേറൊന്നാണ് കേട്ടോ. ഇത് ബുക്ക് ചെയ്തത് ലാവൻഡർ കളറായിരുന്നു. ലാവൻഡർ ഇല്ലാഞ്ഞിട്ട് അവർ ഇത് കയറ്റിവിട്ടു. പിന്നെ അതിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ലാവൻഡർ ഉണ്ട്. അതൊരു സമാധാനം. അപ്പോൾ ലാവൻഡർ കളറും അതുപോലെ തന്നെ ഒരു വൈറ്റും പിസ്ത ഗ്രീനും ഒക്കെ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഡിസൈൻ വരുന്നത്. പിന്നെ ഒനിയൻ പിങ്ക് ആണെങ്കിലും ഭംഗിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നില്ലാഞ്ഞിട്ട് ഒന്ന് പകരം വിട്ടതാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. ക്ലോത്ത് എനിക്ക് എന്താണേലും ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്നു കേട്ടോ ഒനിയൻ പിങ്കിൽ. നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ്. കുറച്ച് വലിയ പൂക്കളാണെന്നേ ഉള്ളൂ. പക്ഷേ കോഡ് സെറ്റിന് അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ലാവൻഡർ കളർ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഞാൻ വീണ്ടും കിട്ടുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. പകരം എനിക്കിതാണ് കിട്ടിയത്. ഇതും കോഡ് സെറ്റിന് അടിപൊളിയായിരിക്കും കേട്ടോ. കോഡ് സെറ്റാണ് കൂടുതൽ പേരും തയ്ച്ചത് ആ ഒരു ഡിസൈൻ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു അടുത്ത കളർ. ഇത് ശരിക്കും ഒരു കാട്ടിപ്പോയ ഫീലാണ് കേട്ടോ. നല്ല ഒരു പൂക്കാട്ടിപ്പോയ ഫീലാണ്. നിറയെ മരങ്ങളും വള്ളികളും ഇലകളും ചെടികളും പൂക്കളും ഒക്കെ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗിയും ഒരു കളർ കോമ്പിനേഷനും ഒക്കെ കണ്ട് ആ ഒരു ഇഷ്ടത്തിൽ എടുത്തതാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഇത് അതിൻ്റെ ഉൾവശമാണ്. ഇതാണ് ഒറിജിനൽ സൈഡ്. നല്ല
എന്നാ പറയുക, കറുപ്പ് പോലെ തോന്നുന്ന ഒരു നേവി ബ്ലൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എത്ര മീറ്റർ വേണമെന്ന് പറയുക കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 10 മീറ്ററൊക്കെ എടുത്ത ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും വർത്തായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഗൗണിനോ സാരിക്കോ ഫ്രോക്കിനോ കുർത്തിക്കോ എന്തിനു വേണേലും, കോട്ട് സെറ്റിനോ എന്തിനു വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫാബ്രിക്കാണ്. പെട്ടെന്ന് ഉണങ്ങാനും പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സ്ലിറ്റ് ടോപ്പ് അടിക്കുമ്പോൾ, സ്ലിറ്റ് കുർത്തിയൊക്കെ അടിക്കുമ്പോൾ ലൈനിങ് ഇട്ടാൽ അതിനൊരു സ്റ്റിഫ്നെസ് കിട്ടാനും ഇങ്ങനെ പെട്ടെന്ന് പറന്ന് പോകാതിരിക്കാനും ഒക്കെ ലൈനിങ് ഇടുന്നത് നന്നായിരിക്കും, കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാതെ അടിക്കുമ്പോഴത്തേക്കും ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് കൊച്ചു കൊച്ചു വീഡിയോ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ഒക്കെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്